ജഗരുകളിലേക്ക് എല്ലാവർക്കും സുസ്വാഗതം. യൂത്ത് സിനിമ കണ്ടു. ശരിക്കും ഇതൊക്കെയാണ് നമുക്കൊരു പാൻ ഇന്ത്യൻ ലെവലിൽ ആയിട്ട് ഇറക്കേണ്ട ഒരു മൂവി. ഇതിനി ഏത് ഭാഷയിൽ ഡബ് ചെയ്ത് ഇറക്കുകയാണെങ്കിലും ഹിറ്റാവുന്ന തരത്തിലുള്ളൊരു സിനിമയാണ്. ഡീസൻ്റ് ആയിട്ടുള്ള റോംകോമാണ് പടം. ഇപ്പോൾ ഇതിനെ ഏത് വിഭാഗത്തിൽ വേണമെങ്കിലും ഉൾപ്പെടുത്താം. ജെൻസി, 90s, 80s എന്ന് തുടങ്ങിയ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവർക്കും ഇഷ്ടമാവുന്ന എലമെൻറ്റുകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള കെൻ കരുണാസ് സംവിധാനം ചെയ്തിട്ടുള്ള ഈ സിനിമ ഏത് കാലഘട്ടത്തിൽ ജനിച്ചവർക്കും ഇഷ്ടമാവുന്ന തരത്തിലാണ് ഒരുക്കിയിരിക്കുന്നത്. ഈ തമിഴിലെ പ്രദീപ് രംഗനാഥൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളുണ്ട്. ആളുടെ സിനിമകൾ കണ്ടിട്ടുള്ളവർക്ക് മനസ്സിലാവും. ഇപ്പോൾ ലാസ്റ്റ് മമിത ബൈജുവിൻ്റെ ഒപ്പം ഒരു പടമൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളുടെ പോലെ തന്നെ മറ്റൊരു താരോദയമായിട്ട് കാണാം നമുക്ക് ഈ കരുണാസിൻ്റെ മകനെ. കരുണാസിനെ അറിയാലോ, ഒരുപാട് തമിഴ് കോമഡി വേഷങ്ങൾ കൈകാര്യം ചെയ്ത് വന്നിട്ടുള്ള ഒരു വ്യക്തിയാണ് അദ്ദേഹം. പിന്നീട് സീരീസ് വേഷങ്ങളിലേക്ക് മാറുകയാണ് ചെയ്തത്. നമ്മളെ മലയാളത്തിൽ സുരാജേട്ടൻ്റെ പോലെയൊക്കെ തന്നെ ചിരിക്കാൻ ഇഷ്ടം പോലെ ഉണ്ട് ഈ പടത്തിനകത്ത്. സ്കൂൾ ലൈഫ്, അതായത് +2 കാലഘട്ടം, അതുപോലെ തന്നെ അമച്വർ പ്രണയം പോലെയുള്ള കാര്യങ്ങൾ തന്നെ ഒരു കോമിക്കൽ പെയിൻ്റ് ഓഫ് വ്യൂവിൽ ഇതിൽ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. അതും ഈ ക്ലീഷേ ഫീലൊന്നും വരാത്ത പരമാവധി എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ കണക്റ്റ് ആവുന്ന തരത്തിലാണ് കെൻ കരുണാസ് എന്ന സംവിധായകൻ ഈ സിനിമ എടുത്തു വച്ചിരിക്കുന്നത്. എൻ്റർടൈനർ എന്ന രീതിക്ക് പുള്ളി അങ്ങ് അറിഞ്ഞ് പെർഫോം ചെയ്തിട്ടുണ്ട്. അതായത് കരുണാസിൻ്റെ മോൻ കെൻ കരുണാസ്, അതായത് ഒരു ആക്ഷന് ഒരു റിയാക്ഷൻ വേണം. ഇവിടെ ആക്ഷൻ റിയാക്ഷനും നടത്തിയിരിക്കുന്ന ഒരു കോംബോ ഉണ്ട്. അതായത് സുരാജ് വെഞ്ഞാറമൂടും കെൻ കരുണാസും പിന്നെ സുരാജിൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുള്ളത് ഈ കാഞ്ചനയിലൊക്കെ ഉണ്ടായിരുന്ന ഒരു സ്ത്രീ ഉണ്ടല്ലോ, ആളുടെ പേര് എനിക്ക് കറക്റ്റ് അറിയില്ല. കാഞ്ചനയിലൊക്കെ അവൻ്റെ ചേച്ചിയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഓക്കെ, അച്ഛനും അമ്മയും ക്യാരക്ടറായിട്ട് ഇവർ രണ്ടുപേരാണ് അഭിനയിച്ചിരിക്കുന്നത്. സുരാജ് വെഞ്ഞാറമൂട് വളരെ കൂളായിട്ടാണ് ഇതിനകത്ത് അഭിനയിച്ച് പോയിട്ടിരിക്കുന്നത്. ഈ വല്ലപ്പോഴൊക്കെ മാത്രം കിട്ടുന്ന തരം ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ആണ് യൂത്ത് സിനിമയുടേത്. ഇപ്പോൾ വലിയൊരു ക്യാൻവാസിലൊരുക്കിയുള്ള ഒരു സിനിമയൊന്നുമല്ല. +2 കാലഘട്ടങ്ങളിലെ പ്രണയങ്ങളും ആ പ്രായത്തിലെ മറ്റു പരിപാടികളും ഒക്കെ ആയിട്ട് നമ്മൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് പടം എടുത്തു വച്ചിരിക്കുന്നത്. പിന്നെ മറ്റ് ചില റെഫറൻസുകളും നല്ല രീതിയിൽ വർക്കായിട്ടുണ്ട്. പടത്തിലെ പാട്ടുകൾ എടുത്തു പറയേണ്ടതാണ്. കിടിലം പാട്ടുകളാണ് എല്ലാതും. അതുപോലെയൊക്കെ തന്നെ BGM സൂപ്പറായിട്ട് എടുത്ത് പടത്തിനൊപ്പം തന്നെ നമുക്ക് ആ ഫീല് കൊണ്ടുവരാൻ BGMന് സഹായിച്ചിട്ടുണ്ട്. പടത്തിൻ്റെ എക്സിക്യൂഷൻ തന്നെയാണ് ഇതിൻ്റെ ഒരു കാരണം. അതായത് ടിപ്പിക്കൽ റൊമാൻറ്റിക് കോമഡി എന്ന രീതിക്ക് പോകാതെ നായകൻ്റെ ഫാമിലി അടക്കമുള്ള എലമെൻറ്റുകളിൽ വേണ്ട വിധത്തിൽ ഇതിൽ ഉപയോഗിച്ചിട്ടുണ്ട്. അതും കൃത്യമായ മീറ്ററിലാണ് എടുത്തു വച്ചിരിക്കുന്നത്. അതിപ്പോൾ കോമഡി ആയാലും ഇമോഷണൽ സീനുകളായാലും അങ്ങനെ തന്നെയാണ്. മരണമാസിലെ നായികയുണ്ടല്ലോ, അനിഷ്മ അനിൽകുമാർ, ആ കൊച്ചും വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ സിറൈ എന്ന് പറഞ്ഞൊരു പടം കണ്ടായിരുന്നു. അതൊരു 1 ലെവല് സൂപ്പർ ഹിറ്റായിട്ടുണ്ടായിരുന്ന ഒരു മൂവിയാണ്. ആ പടത്തിലും ഈ അനിഷ്മ അഭിനയിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അനിഷ്മ അഭിനയിക്കുന്ന പടങ്ങളെല്ലാം തന്നെ ഒരു ഹിറ്റ് ലെവലിലോട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് ഒരാൾ ചെയ്തു വച്ചിരിക്കുന്ന ക്യാരക്ടർ ഇപ്പോൾ ഒരു നല്ലൊരു എന്താ പറയുക, ഇപ്പോൾ ഉപമിക്കുക എന്നൊക്കെ പറഞ്ഞാൽ നസ്രിയനൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഉപമിക്കാം. യൗവനങ്ങളും പ്രണയവും സൗഹൃദങ്ങളും ബന്ധങ്ങളും ഒക്കെ ചേർന്നൊരു നല്ലൊരു റൊമാൻറ്റിക് കോമഡി പടം തന്നെയാണ് യൂത്ത്. ഇപ്പോൾ കഥയിലോട്ട് വരികയാണെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിൻ്റെ അവസാനമായ +2 സമയത്താണ് ഈ കഥ നടക്കുന്നത്. നമ്മുടെ നായകൻ ആ സമയത്ത് കടന്നു പോകുന്ന കാര്യങ്ങളും വെല്ലുവിളികളും അവൻ്റെ ഒന്നിലൊതുങ്ങാത്ത, അതായത് ഇപ്പോൾ ഒരു പ്രണയരോഗിയാണ് അശ്വൻ. ആരെ കണ്ടാലും പ്രണയം തോന്നും. അങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. ഇപ്പം ഞാൻ ആദ്യകാലത്ത് വരികയാണെങ്കിൽ ധനുഷിനെ നമുക്ക് വേണമെങ്കിൽ കമ്പയർ ചെയ്യാം. ധനുഷ് വന്ന വഴി, അതുപോലെ തന്നെ പ്രദീപ് രംഗനാഥൻ വന്ന വഴി. അപ്പം അതുപോലൊക്കെ തന്നെ
അപ്പോൾ കാര്യങ്ങളും വെല്ലുവിളികളും അവൻ്റെ ഒന്നിലൊതുങ്ങാത്ത ചുറ്റിക്കളി പ്രണയങ്ങളും ഒക്കെ ആയിട്ട് സിനിമ മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. ഇതൊക്കെ ഉണ്ടെങ്കിലും അച്ഛൻ അമ്മ എന്നതിൻ്റെ വിലയെപ്പറ്റി ഈ സിനിമ നല്ല രീതിയിൽ സംസാരിക്കുന്നുണ്ട്. ഇപ്പം ഞാനിപ്പോൾ ഈ പറയണത് കേട്ടിട്ട് പാസം പടമാണെന്ന് വെച്ചിട്ട് ഒരു മുൻവിധിയോടുകൂടി നിങ്ങൾ സിനിമ കാണാൻ പോകരുത്. കാരണം ഇതൊരു പ്യുവറായിട്ടുള്ള കോമഡി എൻ്റർടൈനറാണ്. ചിരിക്കാൻ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. ഒരാൾക്ക് പോലും ഇഷ്ടപ്പെടാതെ പോകില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അതുപോലെ സുരാജ് വെഞ്ഞാറമൂട്, അതുപോലെ നമ്മുടെ നായിക, അപ്പോൾ ഇവരൊക്കെ ഉൾപ്പെടുന്ന മലയാളികൾ കൂടി ഈ ഒരു സിനിമയുടെ ഭാഗമായി, ഈ ഒരു സിനിമയുടെ വിജയത്തിൻ്റെ ഭാഗമാവാൻ. അപ്പോൾ ഈ കെൻ കരുണാസ് എന്ന യങ് ടാലൻറ്റിനെ ഈ സിനിമയുടെ തിരക്കഥയും സംവിധായകനും നായകനായും ഒക്കെ മൊത്തത്തിൽ ഈ സിനിമേനെ താങ്ങി നിർത്തുന്നത് നമ്മുടെ കെൻ തന്നെയാണ്. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കണ്ടിരിക്കേണ്ട ഒരു മസ്റ്റ് വാച്ച് മൂവി കൂടിയാണ് യൂത്ത്. പറയാൻ എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, ഇപ്പോൾ എഡിറ്റിംഗ് ഒക്കെ പക്കയായിട്ടുണ്ടായിരുന്നു. ഡയറക്ഷൻ നല്ല ഒരു മേക്കിംഗ് തന്നെയാണ് കാഴ്ചവെച്ചിട്ടുള്ളത്. കെൻ കരുണാസിൻ്റെ ആദ്യത്തെ മൂവിയാണ്. ചെക്കന് ഇത്ര 20 വയസ്സോ സംതിങ് ഒക്കെ ഉള്ളൂ. ബട്ട് അതിൻ്റെ ഒരു കുറവുമില്ലാതെ പടം എടുത്തു വച്ചിട്ടുണ്ട്. പിന്നെ ചെക്കൻ്റെ അഭിനയം അസാധ്യ പ്രകടനമായിരുന്നു. സുരാജിൻ്റെ അഭിനയം എടുത്തു പറയേണ്ടതുണ്ട്. ഇതിൽ അഭിനയിച്ചിട്ടുള്ള എല്ലാവരും ഒന്നിനൊന്ന് മികച്ചതാണെങ്കിലും സുരാജും കെന്നും കൂടിയിട്ടുള്ള കോമ്പിനേഷൻ തകർപ്പനാണ്. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അപ്പോൾ സിനിമ കാണാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായും കാണുക. അത്രേ പറയാനുള്ളൂ. സിനിമ കണ്ടിട്ടുള്ളവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പോയി വരാം അടുത്തൊരു വീഡിയോയുമായിട്ട്.